കേരള കോൺഗ്രസിൽ നിന്നും കൂടുതൽ രാജി. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പിളർന്നു പോയ ഫ്രാൻസിസ് വിഭാഗത്തിലേക്കാണോ ഇപ്പോൾ രാജിവെച്ചവർ പോയത്? എന്തൊക്കെയാണ് രാജിവെച്ചവരുടെ നിലപാട്? മറ്റു വിശദാംശങ്ങൾ കൂടി. അജിംഷാദ് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പുനരുജ്ജീവിപ്പിച്ചതോടെ മാണി ഗ്രൂപ്പിൽ നിന്നും നിരവധി പ്രവർത്തകരാണ് ജെ ഗ്രൂപ്പിലേക്ക് ഒഴുകുന്നത്. കാരണം ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു വിട്ടുപോകൽ ഇപ്പോൾ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നു. കാഞ്ഞിരപ്പള്ളി, അതുപോലെ തന്നെ മീനച്ചിൽ ഭാഗങ്ങളിൽ നിന്ന് തന്നെ, അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ പാർട്ടി കേന്ദ്രമായിട്ടുള്ള പാലാ മണ്ഡലത്തിൽ നിന്നടക്കമുള്ള നിരവധി പേരാണ് ഇപ്പോൾ ജെ ഗ്രൂപ്പിലേക്ക് പോകുന്നത്, ഫ്രാൻസിസ് ജോർജിനൊപ്പം ചേരുന്നത്. ഇത് വലിയൊരു കനത്ത പ്രതിസന്ധി തന്നെയാണ് മാണി വിഭാഗത്തെ സൃഷ്ടിച്ചത്. ഒപ്പം രാജ്യസഭാംഗമായിരുന്നിട്ടുള്ള വക്കച്ചൻ മറ്റത്തിൽ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ജോസ് കൊച്ചുപുര രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇവരെല്ലാവരും, കാരണം ജോസ് കൊച്ചുപുര അടക്കം നിരവധി സഹകരണ സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം വലിയ തരത്തിൽ തന്നെ പ്രാദേശിക തലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ഒപ്പം ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയെ ശക്തിപ്പെടുത്തും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കൂട്ടക്കൊഴിച്ചിൽ തുടരുമ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇവർ നേരിടുന്നത്. പ്രശാന്ത്, സാധാരണ പ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് മുൻ MP അടക്കമുള്ളവരുണ്ട് രാജിവെച്ചവരിൽ, അല്ലേ? തീർച്ചയായിട്ടും വക്കച്ചൻ മഠത്തിലടക്കം നേതാക്കൾ രാജ്യസഭാംഗമായിരുന്നു. വക്കച്ചൻ മഠത്തിൽ വലിയ പ്രമുഖ നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് വലിയൊരു സൂചന തന്നെയാണ്. കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ കാൽച്ചൂട്ടിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്ന എന്ന തരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇപ്പോൾ രാജിവെച്ചു പോകുന്ന ആളുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം ചേർന്ന് ഇനി ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് 9-ാം തീയതി നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിലുള്ള കമ്മിറ്റി എന്ത് തീരുമാനം എടുക്കണം എന്നതിനെ കുറിച്ചെല്ലാം തന്നെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അത്തരത്തിലേക്കാണ് ജില്ലയിലെമ്പാടും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു കൊഴിഞ്ഞുപോക്ക് മാണിയെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ആ പാർട്ടിയെ കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ കേരള കോൺഗ്രസിനുള്ളിൽ ജോസ് കെ മാണിയെ അവരോധിക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ, മാണി പുലർത്തുന്ന കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം ബാർ അഴിമതിയുമായി ബന്ധപ്പെട്ട ഇമേജിന്റെ പ്രശ്നങ്ങൾ ഒക്കെയും കേരള കോൺഗ്രസിലെ അംഗങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടി പ്രതിനിധിയായാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് എന്നായിരുന്നു ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ പറഞ്ഞത്. എങ്കിൽ അത് ശരിവെക്കുന്നതാണോ ഇപ്പോഴത്തെ രാജിവെച്ചവർ പറയുന്ന നിലപാട് എന്തൊക്കെ? അതായത് തീർച്ചയായും ലയനം നടന്നുവെങ്കിലും ആ ലയനം മുകൾ തട്ടിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. പ്രവർത്തകർക്കൊന്നും കാര്യമായിട്ടുള്ളൊരു പരിഗണന ജോസഫിനൊപ്പം നേർക്കൊന്നും കിട്ടിയില്ല എന്നുള്ള പരാതികളും എല്ലാം ഉണ്ടായിരുന്നു. ആ പരാതികളെല്ലാം കൂടി ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് അതൃപ്തരായിട്ടുള്ള, പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കും, എന്നാൽ മാണി ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ യാതൊന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അതൃപ്തരായിട്ടുള്ള നിരവധി പേരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാർട്ടി വിട്ട് ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ള ശ്രദ്ധേയമാണ്. തീർച്ചയായും പ്രശാന്ത്, ദയവായി നിൽക്കുക. ഇപ്പോൾ നമ്മോടൊപ്പം ആന്റണി രാജു കൂടി ചേരുകയാണ്. ശ്രീ ആന്റണി രാജു, മാണി അവകാശപ്പെട്ടതുപോലെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ കേവലം സീറ്റിന് വേണ്ടിയല്ല, മറിച്ച് ആശയശോഷണത്തിനെതിരെ, മൂല്യച്യുതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ കേരള കോൺഗ്രസ് വിടുന്നത്. അതും പഴയ ജെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ അതിനുള്ള സ്വീകാര്യതയാണോ ഇപ്പോഴത്തെ ഈ രാജിയൊക്കെ കാണേണ്ടത്? ഹലോ, ശ്രീ ആന്റണി രാജു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതൊരു ആശയപരമായ ഒരു സമരമാണ്, അല്ലാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഐക്യത്തിന് ശേഷം ഒരു വളരെയേറെ ഒരു നിർജീവ അവസ്ഥയിലാണ് ഈ യഥാർത്ഥ ആത്മാർത്ഥമുള്ള പ്രവർത്തകരുടെ എല്ലാം അവസ്ഥ. വളരെ നിർജീവ അവസ്ഥയിലാണ്. അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം, ജനാധിപത്യപരമായ ഒരു സംവിധാനമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്താൻ കഴിയാത്ത അന്തരീക്ഷം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലയിച്ചത് വളരെയേറെ പ്രതീക്ഷയോടെയായിരുന്നു. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായി നടത്താമെന്നുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി ഒന്നിച്ചേർന്നത്. പക്ഷേ അപ്പുറത്തുനിന്നുള്ളൊരു സമീപനം അതല്ലായിരുന്നു. അതൊക്കെയാണ് ഞങ്ങളെ വേദനയിലാക്കിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഒരു സമീപനം. ഇതിനും വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകര്, പിന്നെ ഇതിപ്പോ തന്നെ മുൻ MP ആണ് അദ്ദേഹം, ഒരു നിസ്സാരനല്ല. ഇവിടെ ചിലരൊക്കെ പ്രസ്താവിച്ചത് ഇവരൊക്കെ പോയാലും ഒന്നും ഒരു ചുക്കും സംഭവിക്കാനില്ല. പക്ഷെ ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം. അതാണ് ശ്രീ കെ എം മാണിയുടെ തട്ടകത്തിൽ നിന്നുള്ള ആ നിയോജക മണ്ഡലത്തിലുള്ള മുൻ MP എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ഇത് ഒരു തുടക്കം മാത്രമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള നിരവധി ആളുകൾ രാജിവെച്ചു കഴിഞ്ഞു. അതൊക്കെ ഇത്രയും
വാർത്താ പ്രാധാന്യം കിട്ടിയില്ലെന്നുള്ളേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള നിരവധിയായ നേതാക്കന്മാര് പ്രവർത്തകരോടൊപ്പം അണികളോടൊപ്പം ഈ മുന്നേറ്റത്തിനോടൊപ്പം അണിചേരുന്നതിന്റെ ഒരു തുടക്കം മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അതായത് കേരള കോൺഗ്രസിനുള്ളിൽ രൂപം കൊള്ളുന്ന ഇപ്പോഴത്തെ ആ വികാരം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറയുന്നതിനുള്ള ആദ്യ തെളിവ് കൂടിയായി ഈ രാജിയെ കാണാം. ശ്രീ ആന്റണി രാജു, അങ്ങനെയെങ്കിൽ താങ്കളുടെ പഴയ നേതാവ് അടക്കം തിരിച്ച് ഈ ഇതിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെ എത്തുമോ? അല്ല, തീർച്ചയായിട്ടും പി ജെ സാറൻ ഉൾപ്പെടെയുള്ള അവരൊരുത്തരം മനസമാധാനത്തോടെയല്ല അവരൊക്കെ അവിടെ ഇന്നിപ്പോ നിൽക്കുന്നത്. അവരൊക്കെ വിങ്ങലോടെയാണ് അവിടെ നിൽക്കുന്നത്. കാരണം അവർക്കറിയാം അധികം നാള് ഈ മാണി സാറിന്റെ പ്രസ്ഥാനവുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അവരൊക്കെ ഇപ്പോഴേ അപ്പുറത്ത് നിൽക്കണമെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങളോടൊപ്പം തന്നെയാണ്. ഞങ്ങൾ ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ചില സാങ്കേതികമായ കാരണങ്ങളും കൊണ്ട് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോയത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ യഥാർത്ഥ കേരള കോൺഗ്രസ് മനസ്സുള്ള ആളുകൾക്ക്, അണികൾക്ക്, നേതാക്കന്മാർക്ക് ഈ അണിയോടൊപ്പം ഈ വികാരത്തോടൊപ്പം ചേരേണ്ടി വരും. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം ഇവിടെ ഈ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകാൻ പോവുക. തീർച്ചയായും ആന്റണി രാജു ദയവായി നിൽക്കുക. ഇപ്പോൾ നമ്മുടെ പി സി ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ പി സി ജോർജ്, മാണിയുടെ തട്ടകത്തിൽ നിന്നുള്ള മുൻ MP കൂടിയാണ് പുറത്തേക്കെത്തുന്നത്. വക്കച്ചൻ മറ്റത്തിൽ അടക്കമുള്ളവർ ഇതാ കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ജയിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെ കാണാം ഇതിനെ? ശ്രീ പി സി. രാജിവെക്കും എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹം നേരത്തെ ആദ്യം വരെ നമ്മുടെ ജോസഫ് ഗ്രൂപ്പിലെ ഒരു സംസ്ഥാന ട്രഷററായിരുന്നു, MP ആയിരുന്നു. അദ്ദേഹം അതോടൊപ്പം പാലാ നിയോജകം പാലാ ടൗണിലെ വ്യാപാരി വ്യവസായ പ്രസിഡന്റ്, ആയുഷ്കാല പ്രസിഡന്റാണ്. ഇങ്ങനെ വലിയുള്ള ഒരു വലിയ വ്യക്തിത്വമുള്ള ആളാണ് അദ്ദേഹം. രാജിവെച്ച അദ്ദേഹം ജോസഫ് ഗ്രൂപ്പുകാരനാണ്, വലിയ കേരള കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ രാജി സ്വാഗതാർഹം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അതായത് ജോസഫ് ഗ്രൂപ്പിന്, അതായത് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജോസഫ് ഗ്രൂപ്പിന് കരുത്തേകുന്നതാണ് ഈ രാജി എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പാലാ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ കിട്ടാവുന്ന ഒരു നല്ല മനുഷ്യനാണ് വക്കച്ചൻ മറ്റത്തിൽ നിന്നാണ് എന്റെ അഭിപ്രായം. കാരണം ആദ്യം വരെ ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ നിലയ്ക്ക് അദ്ദേഹം ജോസഫ് ഗ്രൂപ്പ് പുനർജീവിപ്പിക്കാൻ വാക്കുകൊടുത്ത് വരിക എന്നത് സാമാന്യ നീതി മാത്രമാണ്. അതായത് കേരള കോൺഗ്രസ് എമ്മിലെ ഈ ഭിന്നത തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന്റെ വാർത്തകൾ പീപ്പിൾ TV നൽകുമ്പോൾ ഒക്കെയും താങ്കളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. അന്ന് താങ്കൾ പറഞ്ഞിരുന്നു മാണിയുടെ അടിത്തറ ഇളകി തുടങ്ങിയെന്ന്. അത് കേവലം വാക്കുകളിലല്ല, മറിച്ച് അത് അന്വർത്ഥമാകുന്നു എന്നുള്ള സൂചനകളാണ് കൂടുതൽ അർത്ഥത്തിൽ വരും ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ പി സി ജോർജ്, അങ്ങനെ നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ? അതായത് മാണി ഗ്രൂപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാണി ഗ്രൂപ്പ് എന്നൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജോസഫ് മോൻസും ഒക്കെ അവിടെ നിൽക്കും. പക്ഷേ സ്വാഭാവികമായി മാണിയുടെ നേതൃത്വത്തിലുള്ള MLA മുഴുവൻ തന്നെ പരാജയപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോസഫ് ഇപ്പൊ തൊടുപുഴ നിൽക്കുന്നു. ജോസഫിനെതിരെ ഫ്രാൻസിസ് ജോർജാണ് മത്സരിക്കുന്നതെങ്കിൽ ജോസഫ് പരാജയപ്പെടുമെന്ന് എന്റെ അഭിപ്രായം. പക്ഷേ ശ്രീ പി സി ജോർജ്, അങ്ങനെ നിരീക്ഷിക്കാൻ എന്തെങ്കിലും അടിത്തറ ഉണ്ടോ ഈ ഘട്ടത്തിൽ? അതായത് സഭയുടേതടക്കമുള്ള പിന്തുണ മാണി സാറിനില്ലേ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ചില ദൗർബല്യങ്ങളൊക്കെ മാണിക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മാണിയുടെ പോക്കറ്റുകളിൽ മാണി ശക്തമല്ലേ? എന്തോ ശ്രീ പി സി ജോർജ് വ്യക്തമാകുന്നില്ല, സൗണ്ട് വ്യക്തമാകുന്നില്ല. ശ്രീ പി സി ജോർജ്, ഒരിക്കൽ കൂടി. സോറി പി സി ജോർജ്, പറയുന്നത് മുറിഞ്ഞ് കേൾക്കാനാകുന്നുള്ളൂ. ദയവായി ക്ഷമിക്കുക. ശ്രീ പി സി തീർച്ചയായും പി സി ജോസഫ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി സി ജോസഫ് കേൾക്കാമോ താങ്കൾക്ക്? എനിക്ക് കേൾക്കാം. അതായത് നിങ്ങളുടെയൊക്കെ അവകാശവാദം കേവലം അവകാശവാദമല്ല, അതിനപ്പുറത്തേക്കുള്ള സ്റ്റാൻഡാണ് എന്ന് മുൻ MP അടക്കമുള്ള മീൻസ് മാണിസാറിന്റെ തട്ടകത്തിൽ നിന്ന് പോലുമുള്ളവർ പോലും രാജിവെച്ച് എത്തുകയാണ്. നിങ്ങൾക്ക് കരുത്തേകും എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ പി സി ജോർജ് ഒക്കെ നിരീക്ഷിച്ചതുപോലെ ഇത് മാണിയുടെ അടിത്തറ ഇളക്കാൻ പാകത്തിലുള്ള സംഭവ വികാസങ്ങളാണോ? അതിനുള്ള തെളിവുകൾ എന്തെങ്കിലും പ്രേക്ഷകർക്ക് നൽകാനുണ്ടോ ശ്രീ പി സി ജോസഫ് ഈ ഘട്ടത്തിൽ? ഇതിപ്പോ ആരുടെയും അടിത്തറ ഇളക്കുന്ന പ്രശ്നമൊന്നും അല്ല. ഇത് കേരളത്തില് അഴിമതിക്കെതിരെ പോരാടാൻ കഴിയുന്ന, വർഗീയതക്കെതിരെ പോരാടാൻ കഴിയുന്ന, കൃഷിക്കാരോട് പ്രതിബദ്ധതയുള്ള
ഒരു കേരള കോൺഗ്രസ് രൂപപ്പെട്ട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതിനിപ്പം ആരെയും വ്യക്തിപരമായിട്ട് ഇപ്പം പറഞ്ഞ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ അദ്ദേഹത്തിന്റെ തട്ടകം പൊളിക്കാനോ ഒക്കെ നമ്മുടെ ഒരു രാഷ്ട്രീയ ഭാഷയല്ലേ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള നിഷേധാത്മകമായിട്ടുള്ള നിലപാടൊന്നുമില്ല. പക്ഷേ കർഷകർക്ക് വേണ്ടി നിരാഹാരം പോലും കടന്ന ആൾക്കാരാണ്. റബ്ബർ കർഷകർക്ക് വേണ്ടി നിരാഹാരം പോലും കടന്ന വ്യക്തികളാണ്. അവരുമായിട്ടൊന്നും നിങ്ങൾ സഹകരിച്ചിരുന്നില്ല. അങ്ങനെ കർഷകർക്ക് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇതിനൊക്കെയുള്ള തിരിച്ചടിയായി സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മനുഷ്യ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയൊരു ആത്മീയ സംഭാവനയാണ്. അത് ഇതുപോലെയുള്ള രാഷ്ട്രീയ നാടകത്തിനൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് സഹതാപാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് അത്രയൊരു പ്രാധാന്യമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ രാഷ്ട്രീയ നാടകമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഹൈപ്പവർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ പല സംവിധാനങ്ങളുണ്ട്, സംഘടനാ സംവിധാനങ്ങളുണ്ട്. അതിലൊരു ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടല്ല അങ്ങനെ ഒരു സത്യാഗ്രഹം ആരംഭിച്ചത്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് തീർത്തും വ്യക്തി കേന്ദ്രീകൃതമാണ്, കുടുംബ കേന്ദ്രീകൃതമാണ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു നേതാവ് സത്യാഗ്രഹം വരുന്ന ആ നേതാവ് ആരോഗ്യപരമായ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അടുത്ത നേതാവ് സത്യാഗ്രഹം ഇരിക്കുക എന്നുള്ളതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല. അപ്പോ ഇതെല്ലാം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച്, ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതൊന്നും ഒരു രാഷ്ട്രീയമല്ല, നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയമല്ല. തീർച്ചയായും ആളാവാൻ മാത്രമുള്ളതാണ്, ആത്മാർത്ഥത ഇല്ലാത്തതാണെന്ന് അതിൽ നിന്ന് തന്നെ കൺവിൻസിംഗ് ആണ്. ഓക്കെ, എങ്കിൽ അടുത്ത ഘട്ടം ഈ രാജി, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ രാജി ഒരു പക്ഷേ കേരള കോൺഗ്രസിനുള്ളിൽ പ്രവർത്തകരടക്കം നിങ്ങളൊക്കെ രൂപീകരിച്ച ഈ പുതിയ ജെ വിഭാഗത്തിലേക്ക് എത്തും എന്നതിന്റെ സൂചനയായി കാണാമോ? അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി നൽകിയാൽ. ശ്രീ പി സി ജോസഫ്, അതായത് മാണിയുടെ തട്ടകത്തിൽ നിന്നുള്ള MP വക്കച്ചൻ മറ്റത്തിൽ അടക്കം രാജിവെക്കുന്നു. കേരള കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു വ്യക്തി കൂടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ പോലും രാജിവെക്കുന്നുവെങ്കിൽ പ്രവർത്തകരുടെ ഇടയിൽ നിങ്ങളുടെ പാർട്ടിയിലേക്കുള്ള ഒഴുക്ക് സൂചകമാക്കുന്ന ഇതിന്റെ തുടക്കമാണ് ഇതെന്ന് നിരീക്ഷിക്കാനാകുമോ? അങ്ങനെ കരുതാൻ എന്തെങ്കിലും കാരണങ്ങൾ? തീർച്ചയായും അതിപ്പം വക്കച്ചൻ മറ്റത്തിൽ എന്നുള്ളതല്ലെന്നേ. പാർട്ടിയുടെ 90% പ്രവർത്തകന്മാരും അനുഭാവികളും അത് പഴയ തലത്തിലുള്ള ഗ്രൂപ്പ് വ്യത്യാസം ഇല്ലാതെ ഈ മൂവ്മെന്റിലേക്ക് വരും. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. തീർച്ചയായും വളരെ നന്ദി ശ്രീ പി സി ജോസഫ്. ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസിൽ നിന്നും വീണ്ടും രാജി ഉണ്ടാകുന്നു. കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും വീണ്ടും രാജി. കേരള കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയും MP-യുമായ വക്കച്ചൻ മറ്റത്തിലും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസ് കൊച്ചുപുരയ്ക്കലും അടക്കമാണ് രാജിവെച്ചത്. വലിയ പ്രതീക്ഷയോടെയാണ് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ജെ ഇതിനെ കാണുന്നതെന്നും നേതാക്കന്മാർ നിരീക്ഷിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടിയാണ് പ്രശാന്ത് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.